വിചാരണയും നിയമ നടപടികളും നീണ്ടുപോകുന്ന നടിയാക്രമണ കേസിൽ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പല പോരാട്ടങ്ങളും നടക്കുന്നുണ്ട്. പ്രതികൾക്കും അതിജീവിതയ്ക്കും എതിരായും അനുകൂലമായും പല ഉത്തരവുകളും ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് അനുകൂലമായ വിധി വന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് പൾസർ സുനിക്ക് ഹൈക്കോടതി നേരത്തെ 25,000 രൂപ പിഴ ചുമത്തിയിരുന്നു. അതിനെതിരെ പ്രതി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട്. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിനായിരുന്നു പൾസർ സുനിക്ക് ഹൈക്കോടതി പിഴ വിധിച്ചത്. 25,000 രൂപയായിരുന്നു പിഴത്തുക. കോടതിയെ തുടർച്ചയായി സമീപിക്കുന്നതിന് പൾസർ സുനിയെ സഹായിക്കാൻ തിരശീലയ്ക്കു പിന്നിൽ ആളുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വിചാരണയുടെ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദവും കോടതി അംഗീകരിച്ചിരുന്നു. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ അഭയ സോഖ, അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്തത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് നടപടി. ഓഗസ്റ്റ് 27-നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. പൾസർ സുനിക്കു വേണ്ടി അഭിഭാഷകരായ കെ പരമേശ്വരൻ, ശ്രീരാം പറക്കാട് എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. 2017 ഫെബ്രുവരിയിലാണ് നടി കൊച്ചിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി റിമാൻഡിലാണ്. കേസിലെ മറ്റു പ്രതികളായ നടൻ ദിലീപ് അടക്കമുള്ളവർക്ക് വിവിധ കോടതികൾ ജാമ്യം അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.